നിപിൻ, ഏറ്റവും പ്രശസ്തമായ 3 ചോദ്യങ്ങൾ ഫാദർ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, TTA റെയിൽവേ എങ്ങനെയാണ് ബജ്രംഗ് ദളിനെ അവിടെ വിളിച്ചു വരുത്തുന്നത്? അവർ വിളിച്ചിട്ട് തന്നെയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്നത്, ഒരു തർക്കവുമില്ല. ഒന്നാമത്തെ കാര്യം. 2, മതപരിവർത്തനം എന്നുള്ള വാദം എപ്പോഴേ പൊളിഞ്ഞു എന്നുള്ളതാണ്. ആ കുട്ടികൾ തന്നെ മാധ്യമങ്ങളോട് അടക്കം വന്ന പ്രതികരണം നടത്തുകയാണ്. അവരെ ആരും മതപരിവർത്തനം ചെയ്തിട്ടില്ല, അവർ അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്, പിന്നെ എന്തിനാണ് അവരെ മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. 3, പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ള വാദം. അവരൊക്കെയും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു. നിപിൻ, അപ്പോൾ ഇതിൽ ഏത് വാദമാണ് നിലനിൽക്കുന്നത്? അതിനു മുൻപേ ഫാദർ ജോൺസണോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജെസ്യൂട്ട് സഭയുടെ മഹത്വം അങ്ങനെ പഠിപ്പിക്കേണ്ട. കുട്ടിക്കാലം മുതൽ ഒരു ജെസ്യൂട്ട് സഭ നടത്തുന്ന സ്കൂളിൽ പഠിച്ച് +2 വരെ പഠിച്ച ആളാണ് ഞാൻ. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു വന്ന ആളാണ് ഞാൻ. അപ്പോൾ നിപിനെ ആരെങ്കിലും മതം മാറാൻ നിർബന്ധിച്ചോ? എൻ്റെ ധർമ്മം ഞാൻ എൻ്റെ ഇല്ല, എന്നെ ആരും എൻ്റെ ധർമ്മത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം സഭയോടും സഭാ നേതൃത്വത്തോടും വളരെ ബഹുമാനത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് എന്നെ ജെസ്യൂട്ട് സമൂഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയെക്കുറിച്ചോ അങ്ങ് പഠിപ്പിക്കണ്ട. ഞാനിത് കണ്ടു വളർന്ന ആളാണ്. അവർ മതപരിവർത്തനം ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭാരതത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് സർക്കാർ തടയും. അത് തടയാൻ സർക്കാർ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1968 ഉണ്ടാക്കിയ നിയമം BJP സർക്കാർ ഉണ്ടാക്കിയ നിയമമല്ല. ഛത്തീസ്ഗഡിലെ നിയമം BJP സർക്കാർ ഉണ്ടാക്കിയ നിയമമല്ല. അതത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതോടൊപ്പം ഭരണഘടന ഞാൻ മുഴുവൻ പറയട്ടെ ഒറ്റയ്ക്ക് ചർച്ച ചെയ്തോ? ഞാൻ മുഴുവൻ പറയട്ടെ. ഇവിടെ മതപരിവർത്തനം ഇല്ല എന്ന കുട്ടികൾ ഇൻടോളറന്റ് ആവല്ലേ? നിങ്ങൾ എന്തിനാ ഇൻടോളറന്റ് ആവണ്ടേ? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതോടൊപ്പം നിർബന്ധിത മതപരിവർത്തനം അനുവദിക്കുന്നില്ല. ഞാൻ മുഴുവൻ പറയട്ടെ. ഒരു ലോജിക്കലായ ചോദ്യം. ആ കുട്ടികളെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറയേണ്ടത് BJP ആണോ ആ കുട്ടികളാണോ? അതൊന്ന് പറയൂ. ആ കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ് ഡോണ്ട് ട്രൈ ടു പുട്ട് യുവർ വേർഡ്സ് ഇൻടു മൈ മൗത്ത്. എന്റെ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ട് എന്താണ് കാര്യം നിപിൻ? ഞാൻ മറ്റാരും സംസാരിക്കുമ്പോൾ ഇടപെടാറില്ല, അതെന്റെ ശൈലിയല്ല. ഞാൻ സംസാരിക്കുമ്പോൾ ദയവ് ഇത് ഇടപെടരുത്, അത്ര ഞാൻ പറയുന്നുള്ളൂ. പറഞ്ഞോളൂ. ഞാൻ ഇപ്പം ഫാദറും അഡ്വക്കേറ്റ് അരുണും തെറ്റിദ്ധരിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രോസിക്യൂഷൻ ബെയിൽ ഒപ്പോസ് ചെയ്തത് കൊണ്ടല്ല ബെയിൽ NI കോർട്ടിലേക്ക് മാറ്റിയത്. വിത്തൗട്ട് കൺസിഡറിങ് മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ് ഓഫ് ദ കേസ് എന്ന് പ്രത്യേകം വിധിന്യായത്തിലുണ്ട്. വിധിന്യായം ഒന്ന് നോക്കിയാൽ മതി. കേസിന്റെ മെറിറ്റിലോ ഡിമെറിറ്റിലേക്കോ അഡീഷണൽ സെഷൻസ് ജഡ്ജ് പോയിട്ടില്ല. ഇത് എനിക്ക് കേൾക്കാൻ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്. ജോൺസൺ അച്ഛനും അഡ്വക്കേറ്റ് അരുൺകുമാർ തെറ്റിദ്ധരിച്ചതല്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് ബെയിൽ ഒപ്പോസ് ചെയ്തതുകൊണ്ടാണ് ബെയിൽ കിട്ടാഞ്ഞത്. ജോൺസൺ ഫാദർ ബെയിൽ ഒപ്പോസ് ചെയ്തതുകൊണ്ടല്ല, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് NI കോടതിയിലേക്ക് മാറ്റിയത്. ഞാൻ ആ വാദം അംഗീകരിച്ചു, അതോടെ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം പറയൂ. പച്ചക്കറി വാങ്ങാൻ പോയതല്ലോ, ബെയിലിനല്ലേ പോയത്. നിയമപരമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അതിന് മുൻപ് പറഞ്ഞു, ഒന്നുകൂടി പറയൂ, കേട്ടില്ല. ജുഡീഷ്യസ്ലി മാത്രമേ ഒരു കോടതിക്ക് ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ. കോടതിയുടെ കാര്യമല്ല നിപിൻ ചോദിക്കുന്നത്. കോടതിയിലേക്ക് നേരെ ട്രെയിൻ ഇറങ്ങിയ കുട്ടികൾ നടന്നു, അതിന് മുൻപുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. അഡ്വക്കേറ്റ് അരുൺകുമാറും ജോൺസൺ ഫാദർ തെറ്റിദ്ധരിച്ചിട്ടും ജോൺസൺ ഫാദർ പറഞ്ഞു ബെയിൽ ഒപ്പോസ് ചെയ്തതുകൊണ്ടാണ് ബെയിൽ കിട്ടാത്തത്. അല്ല, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത. ഇനി പറയൂ, അവിടെ മതപരിവർത്തനം നടത്തിയെന്നുള്ള വാദം നിപിനുണ്ടോ? അല്ല,
നമ്മളത് ചർച്ചയുടെ ആദ്യ ഭാഗത്തിലേ പറഞ്ഞല്ലോ, എന്താണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്, ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ്. ആൻ അക്യൂസ്ഡ് ഇസ് presumed to be innocent until proven guilty. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അത് തന്നെയാണ് പറഞ്ഞത്. അവർ നിരപരാധികളാണ്. അല്ല, അവിടെ അപ്പോൾ ഞങ്ങളെ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് ആ കുട്ടികൾ പറയുമ്പോൾ നടത്തി എന്ന് സ്ഥാപിക്കാൻ ബജ്രംഗ് ദൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. അല്പം മുമ്പ് നിബിൻ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ആ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് മാധ്യമപ്രവർത്തകർ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. ആ പോയ കൂട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ കോടതിക്ക് മുന്നിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്ന ചില വാചകങ്ങൾ ഞാൻ വായിക്കാം. അന്വേഷണം NIA-ക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചുവെന്ന് അറിഞ്ഞതോടെ പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമായി. പുറത്തു വന്ന അഭിഭാഷകരെ അവർ മാലയിട്ട് സ്വീകരിച്ചു. പോലീസുകാരും ബജ്രംഗ് ദൾ പ്രവർത്തകരും തമ്മിൽ ഹസ്തദാനം ചെയ്ത് സന്തോഷം പങ്കിടുന്നത് കാണാമായിരുന്നു. പോലീസിന്റെ മെഗാഫോൺ ഉപയോഗിച്ചാണ് ബജ്രംഗ് ദളുകാർ അനൗൺസ്മെന്റുകൾ നടത്തിയത്. ചുരുക്കത്തിൽ ബജ്രംഗ് ദളിന്റെ അടിഞ്ഞാട്ടമാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. പറയൂ, ബജ്രംഗ് ദളിന്റെ കയ്യിലാണോ അവിടെ ഭരണം? അല്ല, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ചില ആളുകൾ എഴുതുന്ന ലേഖനങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച നടത്താൻ കഴിയില്ലല്ലോ. കണ്ട ആളുകൾ ചോദിക്കുന്നത് വളരെ ക്ലിയറായി കോടതി വിധിയുണ്ട്. വളരെ ക്ലിയറായി നമുക്ക് കോടതി വിധിയുണ്ട്. പിന്നെ ഇതിന്റെ സീക്വൻസ് ഓഫ് ഇവന്റ് ഉണ്ട്. ട്രെയിനിൽ കയറിയപ്പോൾ ഇവരോട് ടിക്കറ്റ് ചോദിച്ചു, ടിക്കറ്റ് ഇല്ലായിരുന്നു. ID കാർഡ് ചോദിച്ചു, ID കാർഡ് ഇല്ലായിരുന്നു. വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്രൊസീജർ? ആര് പറഞ്ഞു ടിക്കറ്റ് ഇല്ലായിരുന്നു എന്ന്? ടിക്കറ്റ് ഇല്ലായിരുന്നു. ടിക്കറ്റ് ഉണ്ടായിരുന്നില്ലേ? ചെറിയ മറുപടി, ഫാദർ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ലേ? അല്ലല്ല, ഞാൻ മുഴുവൻ പറയട്ടെ. ഞാൻ ഫാദറിലേക്ക് വരാം. ഞാൻ മുഴുവൻ പറയട്ടെ. മൂന്ന് പേരും പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ അവിടെ TT ചോദിക്കുന്നു. ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ അവരെ വിളിക്കുന്നു, സിസ്റ്റേഴ്സിനെ വിളിക്കുന്നു. ഉടനെ TT ഈ ജ്യോതി ശർമ്മയെ പോലുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ശരി ശരി ശരി.